ISLൽ കന്നി കിരീടം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഫൈനൽ ഹൈദരാബാദ് FC നേരിടും. രാത്രി 7:30 മുതൽ ഗോവയിലെ പട്ടോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. അഡ്രിയാൻ ല്യൂണയും സഹലും കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നിരവധി പേരാണ് ISL ഫൈനൽ കാണാൻ കേരളത്തിൽ നിന്ന് ഗോവയിലെത്തിയത്. ജോയ് നാർ ചേരുന്നുണ്ട് ഗോവയിൽ നിന്ന്. ജോയ്, വലിയ ആവേശത്തിലാണ് ഗോവ. അക്ഷരാർത്ഥത്തിൽ മലയാളികളെ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് അറിയുന്നു. നിരവധി പേരാണ് കളി കാണാൻ, ഫൈനൽ കാണാൻ ഗോവയിലെത്തിയിരിക്കുന്നത്. എന്താണ് ആരാധകരുടെ പ്രതീക്ഷ? എത്ര ഗോളിന് ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്? ധന്യ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗോവ ഒരു മിനി കേരളമായി തന്നെ മാറിയിരിക്കുന്നു. ഒരു മഞ്ഞ നിറം കൊണ്ട് ഇപ്പോൾ ഈ പട്ടോഡ സ്റ്റേഡിയത്തിൻ്റെ വെളിയിലാകെ നിറഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആ ഗാലറിക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ മഞ്ഞപ്പട. ഈ മത്സരം വിജയിപ്പിക്കണം, അതിനുവേണ്ടി അവർ തയ്യാറെടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ മത്സരം ആവേശകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വൈകിട്ട് 5:30 ഈ കാണികൾക്ക്, ഇവിടെ എത്തിയിരിക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ഉള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം 18,000-ഓളം പേരാണ് ഈ മത്സരം കാണാനായി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 18,000 ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി. ഇന്നലെ തന്നെ ആ ടിക്കറ്റുകളെല്ലാം വിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കറിയാം 7:30 ആ മത്സരത്തിൻ്റെ ഒരു ആവേശത്തിൻ്റെ പാരമ്യം എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. എന്തായാലും എന്നോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രമുഖ താരം സഹലിൻ്റെ കുടുംബം എന്നോടൊപ്പം ചേരുകയാണ്. സഹലിൻ്റെ ഫാദറിനോട് തന്നെ നമുക്ക് ആദ്യം ചോദിച്ചു തുടങ്ങാം. ഓക്കെ, ഫാദറിലേക്ക് എത്താൻ മുമ്പ് എങ്ങനെ ഇത്തവണ ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? പ്രതീക്ഷ എന്ന് വെച്ചാൽ ജയിക്കും, അത് തന്നെയാണ് പ്രതീക്ഷ. 2-1 സ്കോർ. സഹല് നന്നായി കളിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് ഇന്നലെ ചില വാർത്തകളൊക്കെ പുറത്ത് വന്ന് കേട്ടിരുന്നല്ലോ അല്ലേ? അതിനെ പറ്റിയൊന്നും അറിയില്ല. 11 വന്നാലല്ലേ അറിയുള്ളൂ. അതിനെ പറ്റിയൊന്നും ഇതുവരെ ഒന്നും അറിയില്ല. എന്താണ് ഈ സമയത്ത് ഈ ഒരു മത്സരം കാണാൻ വേണ്ടി ഈ ഗാലറിക്ക് പുറത്ത് കാത്തിരിക്കുകയാണ് സഹലിന്റെ കുടുംബം, സഹലിന്റെ ഫാദറിന്റെ? അതെ, എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് അവൻ കളിക്കോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാകും അവൻ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലും സന്തോഷം തന്നെയാണ്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ കാണികളുടെ എല്ലാം നിങ്ങളുടെ എല്ലാം ആവേശം അവർക്ക് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് കളിക്കാർക്ക് ഊർജം നൽകും. ശരിക്കും സഹൽ ഇന്നലെ വിളിച്ചിരുന്നു, ഇന്നും വിളിച്ചിരുന്നു, ഇപ്പോഴും വിളിച്ചിരുന്നു. എന്താ പറയുന്നത്? അവന് ആദ്യം പറഞ്ഞ തന്നെ പറയുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഏത് നിമിഷത്തും തിരിഞ്ഞു വരാം, എന്താണെന്നുള്ള അറിയില്ല. അവര് ടീമാകെ നല്ല വിശ്വാസത്തിൽ തന്നെയല്ലേ? വിശ്വാസത്തിൽ തന്നെയാണ്, അത് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ പട്ടോടയിൽ 2 തവണ പോയി, 3-ാം തവണയാണ് ഇപ്പോൾ ഫൈനലിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 3-ാം തവണ വിജയിക്കും ഷുവറാണ്. അത് ആരാധകർ പറയും പോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. സ്വന്തം മകൻ കപ്പ് ഉയർത്തി നിൽക്കുന്നത് കാണാനുള്ള ഒരു ആശയുണ്ട്. അത് നടപ്പാവും. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? തീർച്ചയായും വർഷത്തിൽ ജയിക്കും തന്നെയാണ്. സാലറി കളിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. അതും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അത് വളരെ ഹാപ്പി ആയിരിക്കും. കാരണം അത്രയും അവൻ്റെ ഫാൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളും അതിൽപ്പെട്ട തന്നെ കളിക്കാൻ കാണാൻ തന്നെ നമ്മൾ ആഗ്രഹം. പക്ഷെ എന്നാലും ജയിച്ചോ സന്തോഷമായി. ജയിക്കും തീർച്ചയാണ്. 2-1 അതാണ് സ്കോർ. അതെ, 2-1 ജയം ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. ജയിക്കും തന്നെ പ്രതീക്ഷ. 2-1 തന്നെ സ്കോർ. ഇത് നമ്മുടെ ക്ലബ്ബാണ്, ഗ്രേറ്റ് കവായിയുടെ മുത്ത് സഹൽ കളിച്ചു വളർന്ന ക്ലബ്ബാണിത്. ഗ്രേറ്റ് കവായി, ഇതാണ് സഹലിന്റെ ക്ലബ്ബ്. ആ ക്ലബിന് വേണ്ടി കളിച്ച താരമാണ് ഇന്നിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത്. നമുക്ക് ഇനിയുണ്ട് നിരവധി പേർ, അവരിലേക്കൊക്കെ പോവാം. എങ്ങനെ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് സഹലിന്റെ ഒരു കളി കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സഹൽ കളിക്കുന്ന ടീം ജയിക്കുന്നത് കാണാൻ വേണ്ടി വന്നതല്ലേ? അതെ, എന്തായാലും ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷ? സഹൽ കുറച്ചു നേരമെങ്കിലും സഹൽ കളിക്കും, പൂർണ്ണ സമയം കളിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അവസാന നിമിഷത്തിൽ ടീം ലിസ്റ്റ് വരുമ്പോൾ അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലേ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് ഈ തവണ ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കുമെന്ന് വിചാരിക്കുന്നത്? സഹൽ ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. സഹൽ ഇല്ലെങ്കിലും ടീം ജയിക്കും. ടീമിന്റെ ഹാർഡ് വർക്ക് കാരണം തന്നെയായിരിക്കും ജയിക്കും. എന്താണ് ഒരു പ്രതീക്ഷ? പ്രത്യേകിച്ച് സഹലിന് കളിക്കുന്നത് കാണോ, ഒപ്പം ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഉയർത്തുന്നത്, രണ്ടും വേണം അല്ലേ? ഇതാണ് സഹലിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രത്യേകിച്ചും തന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു
ആവേശം ഇവിടെ ഇപ്പോൾ വാനോളം ഉയരുകയാണ്. നമുക്കിനി ഈ കട്ട ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മഞ്ഞപ്പടയുടെ ഒരു ഇടയിലേക്ക് പോകാം. വീണ്ടും സഹൽ എന്ന ബോർഡ് എഴുതി തന്നെ സഹലിനെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എങ്ങനെയാണ് വീണ്ടും ഞാനൊരു അവിടെ തുടങ്ങട്ടെ? അല്ല, ഇവിടെ തുടങ്ങാം. എന്താണ് ടിക്കറ്റൊക്കെ കിട്ടി കളി കാണാൻ വേണ്ടി വന്നത് തന്നെ? എവിടെ നിന്നാണ് വന്നത്? മലപ്പുറത്തിന്റെ ഫുട്ബോളിന്റെ ഒരു ഈറ്റില്ല. ഇത്തവണ എങ്ങനെ ജയിക്കുമെന്നാണ് കരുതുന്നത്? കേരളം ജയിക്കും, ഉറപ്പാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? പഴയ 2006 ഫൈനൽ കണ്ടാണ് ഓർമ്മ. റാഫി അടിച്ച റെഡർ ഗോൾ നമ്മളെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കല്ലൂർ ജവഹർലാൽ കിട്ടിങ്ങ് കൊണ്ടിരുന്നു. പക്ഷേ അവസാനം റഫീക്ക് അടിച്ചത് തോറ്റു. ഹെങ്ബട്ട് അടിച്ചൊരു ഗോള് മിസ്സായി പോവുകയും ചെയ്തു. ഗോളിലെ സേവിങ് അയാൾ കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ടൊരു സേവും ചെയ്തിട്ടുണ്ട് അയാൾ. അത് കഴിഞ്ഞതിന് ശേഷം അവസാനം പെനാൽറ്റി മിസ്സാക്കി. അതൊരു ജീവിതത്തിൽ ഏറ്റവും മറക്കാത്ത നിമിഷമാണ്. ഇന്നെങ്ങാനും ജയിക്കുകയാണെങ്കിൽ ജയിക്കണം എന്നുള്ളതാണ് വിശ്വാസം. മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് की തക 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 ബ്ലാസ്റ്റേഴ്സ് ചില്ലു 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 ബ്ലാസ്റ്റേഴ്സ് അംഗപാരെ ബ്ലാസ്റ്റേഴ്സ് ഇംഗപാരെ ബ്ലാസ്റ്റേഴ്സ് ആഗമത്തം ബ്ലാസ്റ്റേഴ്സ് ഗോവ മൊത്തം ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് की ബ്ലാസ്റ്റേഴ്സ് की നമ്മുടെ മോൻ സഹൽ की സഹൽ की എന്താണ് ഇന്നത്തെ ഒരു ഇപ്പൊ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള സമയമൊക്കെ ആയി വരുന്നു. ഇത് 3ാമത്തെ ഫൈനലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ. ഇതിൽ നേടിയിരിക്കും, ഷുവർ, തീർച്ചയായിട്ടും ഇന്ന് ഇത് നേടിയിരിക്കും, അതിന് ഗ്യാരണ്ടി. ഒരു മിനിറ്റ് നമ്മുടെ സംസ്ഥാന എൻ്റെ പേര് ജമാൽ എന്നാണ്. കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് ചെയ്യുകയാണ്. പിന്നെ ഇത് 3ാമത്തെ, പിന്നെ പ്രദീപ് പറഞ്ഞ പോലെ തന്നെ ഇത് 3ാമത്തെയാണ് കേരളത്തിൻ്റെ ഫൈനൽ മത്സരം. ഇന്ന് 1 തൊട്ടാൽ 3 എന്നുള്ള ഒരു പഴയ ചൊല്ലുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും എന്നുള്ള കാര്യം. അതെന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കിത് ഇപ്പോൾ ഫൈനൽ കിട്ടേണ്ടതിന്ന് പിന്നെ ATK മോഹൻ ബഗാനായിരുന്നു. കാരണം അതൊരു പ്രതികാരം കൂടി ഉണ്ടായിരുന്നു. കാരണം രണ്ട് പ്രതികാരങ്ങളുണ്ട്. ഒന്ന് ജിങ്കൻ എന്നുള്ള ഒരു നമ്മൾ പിന്നെ പൂർവാധികം ഏറ്റെടുത്തിരുന്ന അവനെ ഏറ്റെടുത്ത ഒരു പിന്നെ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ, ആ ജനങ്ങളെല്ലാം എന്താ പറയണമെന്നുള്ള ഒരു പിന്നെ സ്ത്രീകളത്ര മോശമുള്ള കാര്യമുള്ളതല്ല, പക്ഷെ ഒരു പിന്നെ അഴകുഴമ്പൻ നടപടി, അതിനൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ. അത്രയും ചീപ്പായിട്ടുള്ളൊരു പ്രതികരണമാണ് പുള്ളിയത്. അതിനുള്ളൊരു പ്രതികരണവും പിന്നെ അതേപോലെ തന്നെ പിന്നെ 16 പിന്നെ ATK ആയിട്ടാണ് നമ്മൾ ഫൈനലിൽ തോറ്റതും. അപ്പോൾ ഈ 2 പ്രതികാരത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതായിരുന്നു പിന്നെ കൽക്കത്ത തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയത് പിന്നെ ഹൈദരാബാദിനാണ്. ഹൈദരാബാദും ഒട്ടും മോശമുള്ള ടീമൊന്നല്ല. ഇപ്രാവശ്യം തിളങ്ങിയതിൽ 2-3 സ്ഥാനം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് നല്ലൊരു ടീം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ കോച്ചിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ടെക്നിക്കൽ അത് എന്താണ് പറയാനുള്ളത്? ടെക്നിക്കൽ അയാൾ ഇതുവരെയുള്ള ISL സീസണ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ സ്റ്റേഡിയത്തിലും പോയി കളി കാണാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാക്ടീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റും ഒരു നല്ലൊരു എന്തൂസിയാസമുള്ള ഒരു കോച്ചാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഹൈദരാബാദ് ഒഗ്ബച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം സെക്കൻഡുകൾ മതി മുന്നേറ്റം നടത്തി ഗോൾ അടിക്കാൻ. അതിന് തെളിവാണ് പിന്നെ ജംഷഡ്പൂരിനെതിരെയുള്ള കളി. ഫസ്റ്റ് വിങ്ങും സെക്കൻഡ് വിങ്ങും അസാധ്യമായിട്ടുള്ള പിന്നെ ടെക്നിക്കലാണ്. കാരണം ലോങ് റേഞ്ചാണ് അവർ അതിന് കളിച്ചത്. പിന്നെ ജംഷഡ്പൂരിന് ലോങ് റേഞ്ചാണ് കളിച്ചത്. കാരണം അതൊരു ടെക്നിക്കലാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഹൈദരാബാദിനെതിരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടെക്നിക്കൽ നമ്മളെ കോച്ചിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അപ്പൊ എന്തായാലും ഉള്ളിൽ കയറി നിങ്ങൾ ഈ ആരവത്തിന് വേണ്ടി എല്ലാം തയ്യാറായി. എന്തായിരിക്കും ഞങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ്. ഇന്ന് കപ്പ് എടുത്തേ ഞങ്ങൾ മടങ്ങൂ കേരളത്തിലേക്ക്. ഇതാണ് ഈ ഗോവ പട്ടോഡ സ്റ്റേഡിയത്തിന്റെ തൊട്ട് പിറകിൽ ആ മൈതാനത്ത് നിന്നുള്ള ആരവം. കാരണം ആയിരക്കണക്കിന് പേർ ഇവിടെ ഇപ്പോൾ ഈ മൈതാനത്തുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ കയറുന്നതിൽ ഒരു 70-80% പേരും 90% കേരള പിന്നെ ആരാധകരാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഓക്കെ, ശരി, നമുക്ക് വീണ്ടും ഒരു ആരവം കൊടുക്കാം. നേരത്തെ Ia-ua! Blasters! Ia-ua! Blasters! Ia-ua!
ഓക്കെ, ധന്യ, ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ നിമിഷത്തിലെ ഏറ്റവും നൽകാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യവും നമുക്ക് ആത്മവിശ്വാസം കൂട്ടുന്നതുമായ കാര്യം. കാരണം ഇവർ തന്നെയാണ് ഇവർ കൊടുക്കുന്ന ഒരു ഊർജ്ജം കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ മികച്ച രീതിയിൽ കളിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ താരങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. അത് അവർക്ക് വേണ്ട ഊർജ്ജം നൽകാൻ വേണ്ടി 10,000-കണക്കിന് പേരാണ് ചൂണ്ടിക്കാട്ടിയതുപോലെ 90% പേരും മലയാളികൾ തന്നെയായിരിക്കും ഇന്ന് ഈ ഗാലറിയിൽ കാണാൻ കഴിയുക. ആ വലിയ ആവേശം തീർച്ചയായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല തന്നെയാണ്. ജോയ്, ഫൈനലിൽ ജോയിയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ആരായിരിക്കും ബെസ്റ്റ് പെർഫോമർ? ആരൊക്കെ ആയിരിക്കും ഇന്ന് കളം നിറഞ്ഞാടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്കോറിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ധന്യ, ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് എന്നുള്ളൊരു ചോദ്യം അതാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്നത്. കാരണം ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് ഇവർ പറഞ്ഞതുപോലെ ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ആറാടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങും. കയറി വാടാ മക്കളെ എന്ന് കോച്ച് പറഞ്ഞതനുസരിച്ച് ഇവരെല്ലാം കയറി ഇങ്ങ് വന്നിരിക്കുകയാണ്. ആ ഒരു 90% പേരും ആ കോച്ചിൽ അതുപോലെ തന്നെ നമ്മുടെ കളിക്കാരിൽ വിശ്വാസം അർപ്പിച്ച് ഈ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. അപ്പോൾ അവർ തീർച്ചയായും ആ ഒരു ആരവം നൽകും. ആ ആരവത്തിനനുസരിച്ച് കേരളത്തിൻ്റെ ചുണക്കുട്ടികൾ കളിക്കും, മികച്ച മുന്നേറ്റം നടത്തും. അവർ പ്രതീക്ഷിക്കുന്ന സഹലടക്കമുള്ള താരങ്ങൾ കളിക്കണം എന്നുള്ളതാണ്. ലൂണ കളിക്കണം എന്നുള്ളതാണ്. അഡ്രിയൻ ലൂണയ്ക്കൊക്കെ ചെറിയ പരിക്കുണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നു. പക്ഷെ അതൊന്നും അവർ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? ലൂണ ഇത്തവണ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈനൽ വരെ എത്തിച്ചതല്ലേ, അപ്പം എന്ത് വില കൊടുത്ത് കാല് കളഞ്ഞിട്ടാണെങ്കിലും ലൂണ കളിക്കും. സഹലിന്റെ വീട്ടുകാർ കുടുംബം എന്നോട് പറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും സഹൽ കളിച്ച് കാണണമെന്നുള്ളതാണ്. കൊല്ലം കളിച്ചില്ല, പിന്നെ കൊല്ലം കളിക്കുക. ഇവിടെ ചങ്കോട്ട് ഇത്രയും പ്രേക്ഷകർ പറഞ്ഞിട്ട് അലറി വിളിക്കുമ്പോൾ എങ്ങനെ കളിക്കാതിരിക്കാൻ തോന്നുക? 100% കളിക്കും, ഉറപ്പാ. ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഹൈദരാബാദുകാരാണ് അവർ, തെലുങ്കുമാരാണ്. അവരോട് തെലുങ്ക് പറയണം, ജാവോണ്ടി. എന്തായാലും അതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത്. അവരോട് പോകാൻ പറയുകയാണ്. കാരണം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് പോകുന്നത്. തീർച്ചയായും എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് പോലെ, കാരണം ഇതൊരു ഫുട്ബോൾ ആണ്. ഏത് തരത്തിൽ മത്സരങ്ങൾ വേണമെങ്കിലും മാറി മറിയാം. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിരുന്നു. ഇന്ന് ആ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അത് അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ തന്നെ, നല്ല കാലാവസ്ഥയിൽ തന്നെ കേരളത്തിൻ്റെ ചുണക്കുട്ടികൾക്ക് കളിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം. 2-1, 3-0 തുടങ്ങിയ സ്കോറുകളാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 2-1 ജയിക്കുമെന്നാണ് തോന്നുന്നത് തന്നെയാണ്. നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, IM വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള പഴയ താരങ്ങൾ എത്തിയിട്ടുണ്ട്, സെലിബ്രിറ്റീസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു ജോയിയുടെ അടുത്ത്. എന്താണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ? ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നായിരിക്കും. പക്ഷേ ഈ സ്കോറിന്റെ കാര്യത്തിൽ എല്ലാവരും എന്താണ് പറയുന്നത്? ആര് തിളങ്ങും ഗ്രൗണ്ടിൽ നിന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ? ഇരു ടീമുകളും ശക്തരാണ് ധന്യ. ഈ മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ, ഈ ലീഗ് ഘട്ടങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ISLൻ്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റാണ് തുടങ്ങിയത് ATKയോട്. പിന്നീട് ആ വിജയങ്ങൾ ഓരോന്നായി ഉണ്ടായി, നിരവധി സമനിലകളുണ്ടായി. നിർണായകമായ സെമി ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവർ ഫൈനലിലേക്ക് കാലെടുത്ത് വെച്ചു, ചുവട് വെച്ചു. അതുകൊണ്ട് തന്നെ ഈ ഹൈദരാബാദിനെ സംബന്ധിച്ച് ഹൈദരാബാദ് തുടക്കം മുതൽ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഹൈദരാബാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദിന് അവരുടെ അബ്രിയാൻ മികച്ച ഫോമിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും കളി മെനയാൻ കരുത്തുള്ള ഒരു താരം തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് മികവാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് ഹൈദരാബാദ്. ഈ ലീഗിലെ പ്രകടനങ്ങളെല്ലാം ഹൈദരാബാദിൻ്റെ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തന്നെയായിരുന്നു. അവിടെ അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കും ഹൈദരാബാദും ഇവിടെ കളിക്കാൻ എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കേരളത്തിൻ്റെ ഈ മഞ്ഞപ്പടയുടെ ഒരു ആവേശം ഏതു തരത്തിലായിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ തീർച്ചയായും ഹൈദരാബാദ് കോച്ചും മെനഞ്ഞിട്ടുണ്ടാകും. ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. പക്ഷേ ഒന്നും സംഭവിക്കാതിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടികൾ അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അത്തരം ഒരു ആവേശകരമായ ഒരു പോരാട്ടം വരുന്ന മിനിറ്റുകളിൽ നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയും. മികച്ച നിരയുള്ള ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ നമുക്ക് ഓരോരുത്തരായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും അത്തരത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ട പേരുകൾ പെരേര ഡയസ്, ആൽവാരോ വാസ്കോസ്, ആഡ്രിയാൻ ലൂണ, സഹൽ തുടങ്ങി മികച്ച താരനിരകൾ അവർക്കുണ്ട്.
പക്ഷേ എതിരാളികളുടെ ആക്രമണവും നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പരിശോധിക്കേണ്ട പ്രധാന കാര്യം ആയുഷ് അധികാരിയുണ്ട്, കുട്ടിയുണ്ട്, ജിക്സൺ സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാം മികവാർന്നൊരു പ്രകടനം നമുക്കിന്ന് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കാണാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള പല താരങ്ങളും പലപ്പോഴും പല മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ട, ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എങ്കിൽ കൂടിയും ഹോർമിപ്പാവും ലെസ്കോവിച്ചും കബ്രയും എല്ലാം ഇറങ്ങുന്ന ഒരു നിര, വലിയൊരു നിര, അവർ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒഗ്ബച്ച എന്ന ഗോളടി യന്ത്രത്തിലാണ് ഹൈദരാബാദിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സൈത്യൻ സിംഗ് ഉണ്ട്, അങ്ങനെ നിരവധി താരങ്ങൾ ഹൈദരാബാദിൻ്റെ നിരയിലുമുണ്ട്. അവരെയൊക്കെ മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ കവച്ചു വയ്ക്കാൻ തീർച്ചയായും കേരളത്തിൻ്റെ ചുണക്കുട്ടികൾക്ക് കഴിയും എന്ന കാര്യത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ധന്യ. ശരി, നന്ദി ജോയ്. ISL വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മത്സരം കാണാൻ മലപ്പുറം ഒരുങ്ങുകയാണ്. വലിയ സ്ക്രീനുകൾ ഒരുക്കി ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാനുള്ള സജ്ജീകരണങ്ങളാണ് മലപ്പുറത്ത് പലയിടത്തും ഒരുങ്ങുന്നത്. മലപ്പുറം കിഴക്കേത്തലയിൽ നിന്ന് CV അനുമോദിന്റെ റിപ്പോർട്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ ഗോവയിലാണെങ്കിലും അതിന്റെ ആവേശം മുഴുവൻ മലപ്പുറത്താണെന്ന് പറയാം. മലപ്പുറത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ഇന്നത്തെ ഫൈനൽ മത്സരം അതീവ ഗംഭീരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കിഴക്കേത്തലയിലാണ്. ഇവിടെ കാണാം വലിയ സ്ക്രീനൊക്കെ തന്നെ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കസേരകൾ നിരത്തുന്ന തിരക്കിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ ലവേഴ്സാണ്. വലിയ ഒരു ഒരുക്കങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ തവണ കോട്ടപ്പടി ബസ് സ്റ്റാൻഡിലായിരുന്നു മഞ്ഞപ്പടയുടെ നേതൃത്വത്തിലുള്ള ഒരുക്കമെങ്കിൽ ഇത്തവണ മലപ്പുറത്തെ കിഴക്കേത്തലയിൽ ഒരു 200-ലധികം പേർക്ക്, 200 അതിലധികം പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. നമ്മോടൊപ്പം ഷൗക്കത്ത് ഉപ്പുടം ചേരുന്നു. ഇദ്ദേഹമാണ് ഇവരടങ്ങുന്ന സംഘമാണ് ഇതിൻ്റെ എല്ലാം തന്നെ പിറകിൽ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഫൈനലിന് വേണ്ടിയിട്ട്? നമ്മൾ ഒരു പാർക്കിംഗ് മൈതാനമാണ്. ഇവിടെ ഏതാണ്ട് 500 കസേര നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഒരു 2000 ആളുകളെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു. 2000-ലധികം ആളുകളെ, താഴത്ത് തന്നെ 2000-ഓളം ആളുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ മുകളിലൊക്കെ ആൾക്കാർ ഇന്ന് കളി കാണാം. അപ്പോൾ നമ്മൾ മുഴുവൻ സജ്ജീകരണം അതിന് പുറമെ തന്നെ വൈകുന്നേരം 5:30 നാസിക് ഡോൾ, നമ്മളെ കുട്ടികൾക്ക് ചെറിയ കൊട്ടും പാട്ടും, പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ കരിമരുന്ന് പ്രയോഗം. കാരണം കളിയുടെ റിസൾട്ട് നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മളത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. കാരണം ബ്ലാസ്റ്റേഴ്സ് 6 വർഷത്തിന് ശേഷം ഫൈനലിലെത്തിയിരിക്കുകയാണ്. വലിയൊരു ആവേശമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നമ്മളൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പ്രാവശ്യം മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് കേരളത്തോട് നീതി പുലർത്തിയ ഒരു ടീം ലൈനപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണ നമുക്കറിയാം വലിയൊരു ആവേശം. മുൻപൊന്നും നമ്മൾ ഇത്തരത്തിൽ ആളുകൾ ഗോവയിലേക്ക് കൂട്ടമായി പോകുന്നത് കാണുന്നില്ല. പോകാൻ പറ്റാതെ തന്നെ നിരാശയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ വളരെ പെട്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ മൈതാനത്ത് നേരിട്ടിരുന്ന് കളി കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആവേശം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രയധികം ആളുകൾക്ക് നമുക്ക് ഇപ്പോൾ TV സൗകര്യമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഫുട്ബോൾ ഒറ്റയ്ക്കിരുന്ന് കാണുന്നതല്ലല്ലോ. അല്ലല്ലേ, അപ്പോൾ അവർക്കൊക്കെ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ആവേശത്തോടെയാണ് ഈ മത്സരം കാണാൻ വരുന്നത്. പിന്നെ കോവിഡിന് ശേഷം ആളുകൾ സ്വതന്ത്രമായി ഒന്ന് ഒത്തുകൂടുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മതമില്ല, ജാതിയില്ല, മറ്റെല്ലാ രംഗത്തും ഇതൊക്കെ നമുക്കറിയാലോ. പക്ഷേ ഈ ഫുട്ബോളിന് മുമ്പിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്. എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷകൾ? ഇന്നത്തെ പ്രതീക്ഷ, നമ്മുടെ ടീം കഴിഞ്ഞ 2 സെമിഫൈനൽ ലെഗ് മത്സരത്തിൽ നമ്മുടെ ടീം നടത്തിയ ഉജ്ജ്വലമായ ആ കളി മികവ് ഇന്നും അവർ പുറത്തെടുക്കും. നമ്മൾ ഹൈദരാബാദ് FC-യുമായി അവസാന മത്സരത്തിൽ തോറ്റു. പക്ഷേ അതിന് മുമ്പത്തെ മത്സരത്തിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും അവരുമായി പിറകിലല്ല. നമ്മുടെ ഇന്നത്തെ വാർത്തകളിൽ വരുന്ന പ്രകാരം സഹലിനും ലൂണക്കും കളിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ചെറിയ നിരാശ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തുണ്ട്. ടീമിന്റെ ഒരു സ്ട്രെങ്തിനെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ലൂണ കളിക്കാത്തത് ബാധിക്കും. സഹലും നമുക്ക് ഒഴിവാക്കാനാത്ത പ്ലെയറാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വളരെ നല്ല നിലയിൽ കളിക്കുന്ന ആളുകളാണ്. അവസാനത്തെ മത്സരം നമ്മൾ കാണിച്ച വലിയ മികവ് നമുക്ക് ഗുണമായിരുന്നു. പിന്നെ ഫൈനലിൽ നമ്മൾ ആ 20,000 നമ്മുടെ ഗോവയിലെ ഗാലറിയുടെ സ്ട്രെങ്ത്. അതിൽ 10,000 നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതുക്കും മേലെ എന്താ തോന്നുന്നത്? കളിയൊക്കെ സ്ഥിരം കാണുന്ന ആളല്ലേ, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷകളൊക്കെ? ഇന്നത്തെ പ്രതീക്ഷ പറഞ്ഞാൽ കേരളം ആറാടും. ഇപ്പോൾ ലൂണ കളിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്, സഹലും കളിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കളി എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ കളി എന്തായാലും അടിപൊളിയായിരുന്നു. 1-0 എന്തായാലും ജയിക്കും. നമ്മളെ മനസ്സിലുള്ള സെറ്റ് അതാണ് അല്ലേ?
എതിരാളികൾ ഒട്ടും മോശമല്ല, എന്നാലും നമ്മളും അതിലും മേലേക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലപ്പുറം ജനിച്ച് ഉള്ളു, എറണാകുളം സെറ്റിലാണ്, കൊച്ചിയിലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് കുറേ ആൾക്കാർ. അവർ യൂത്ത് കിഴക്കേത്തല അവർ നടത്തുന്ന ഈ സ്ക്രീൻ ഷോ ഇതുണ്ട്. ഇന്നലെ അവർ വന്നപ്പോഴത്തേക്ക് കൂടാൻ വേണ്ടി വന്നതാണ്. ഈ കളി കഴിഞ്ഞ ശേഷം തിരിച്ച് ഞാൻ എറണാകുളം കളി കാണാൻ മലപ്പുറം. അതെ, നമ്മൾ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലപ്പുറമാണ് നമ്മൾ ഓർമ്മ വരുന്നത്. എൻ്റെ ഫാദറും ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇവരെല്ലാവരും വിളിച്ചപ്പോൾ ഇവർ യൂത്ത് കിഴക്കത്തിൽ നടത്തുന്ന ഈ വലിയ ബിഗ് സ്ക്രീനിൽ കളി കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇതിപ്പോൾ നമ്മളെ കളിയുടെ റിസൾട്ട് എന്താണെന്നുള്ളതാവില്ല, പക്ഷെ കളി കാണുമ്പോഴൊരു ആവേശം അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്, ബസ് സ്റ്റാൻഡിൽ കളി ഇവിടെ ഏകദേശം ഒരു 10,000 ആളുകളുണ്ടായിരുന്നു. ഭയങ്കര കലാശക്കൊട്ടും മുകളിൽ ഭയങ്കര പരിപാടിയായിരുന്നു, അതിഗംഭീരമായി. തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക. ഞങ്ങൾ കുറേ ചണ്ടമേളം പല പരിപാടിക്ക് എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ഗംഭീരമായിട്ട് പരിപാടി നടക്കും. എല്ലാവരെയും കേക്കതല ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ വേണ്ടി സ്വാഗതം ചെയ്തു. അതെ, നമ്മൾ കരിമരുന്നുകൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ ഏകദേശം നമ്മൾ ഈ സംഘാടനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ കഴിയാത്തവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളിവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളിവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഗോവയിലെ കുറേ ആളുകൾക്ക് പോയി അവിടെ പോയി കാണാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ്. മറ്റേ എറണാകുളത്തുകാരുന്ന് കുറേ ആളുകൾ ഇവിടുന്ന് പോയിരുന്നു. അപ്പോൾ ഓൽക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് ഗാലറിയിൽ ഇരുന്ന് അതേ ആവേശത്തോടു കൂടി ആ ഫീൽഡിൽ കാണാനുള്ള അവസരമാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു. എന്താണെങ്കിലും മലപ്പുറം ഒരുങ്ങുകയാണ്. കളിയുടെ ആവേശം ഒട്ടും ചോരാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോൾ പറയാനാകുന്നത്. ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇവർ. കപ്പടിച്ചാൽ പിന്നെ മലപ്പുറത്ത് അതിലേറെ ആഘോഷമായിരിക്കും. ഈ രാവ് മുഴുവൻ പുലരും വരെ ആഘോഷം നീളാനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഈ വിജയം ഉണ്ടാക്കുമെന്ന് കരുതുന്നത്. ഗോവയിൽ കലാശ പോരാട്ടം നടക്കുമ്പോൾ കേരളവും ആവേശത്തിലാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ആരാധകർ ന്യൂസ് 18 പങ്കുവയ്ക്കുകയാണ്. കോഴിക്കോട് നിന്ന് ലിനിഷ മാങ്ങാടിന്റെ റിപ്പോർട്ട്. കിരീടമെന്ന സ്വപ്നം കേരളം കാത്തിരിക്കുമ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരും വലിയ ആവേശത്തിലാണ്. ഇവർ കോഴിക്കോടുള്ള കുറച്ചുപേരാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ജയിക്കും. ഒരു 3-1 സ്കോറിനൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ജയിക്കണം. ലൂണ മത്സരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. ലൂണ നല്ല കളിക്കുന്നില്ലേ? എന്ന് കളിക്കുന്നുണ്ടല്ലോ, നമ്മളെ പ്ലെയറെല്ലാം ഇല്ലേ? കളിക്കാതെ ഭയങ്കര ക്ഷീണം, നമുക്ക് ഭയങ്കര ക്ഷീണം. നല്ല പ്ലെയറാണ്, ക്യാപ്റ്റനാണ്, ക്ഷീണം തന്നെയാണ്. പ്രതീക്ഷ ജയം തന്നെയാണ്. 3-1 സ്കോർ എന്തായാലും നമ്മൾ ജയിക്കും. ഇന്ന് ഹൈദരാബാദിനെ അടിച്ചു മാറ്റും, ഉറപ്പാണ്. ഒരു സംശയമില്ല. ഒന്നും പറയണ്ട, നമ്മൾ ഉസ്താദ് ഒന്ന് അടിപൊളിയായിട്ട് പറഞ്ഞ മാതിരി തന്നെ അടിപൊളി ജയം ജയിക്കും. കാരണം വലിയ പ്രതീക്ഷകളിലാണ്, വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ളവർ. എല്ലാവരും മലയാളികൾ എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെ ഇവിടെയുണ്ട്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം ലിനിഷ മാങ്ങാട്, ന്യൂസ് 18 കോഴിക്കോട്. പറ്റോടയിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പുയർത്തുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രമുഖ താരങ്ങൾ. ഇതുവരെ ലഭിക്കാത്ത ഗാലറിയുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആവേശം ഇരട്ടിക്കുമെന്ന് ഗോൾ കീപ്പർ ഗില്ലും പ്രതിരോധ നിരയിലെ പ്രമുഖൻ ഗബ്രയും ന്യൂസ് 18 പറഞ്ഞു. ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്ന് ലഭിച്ചത് വലിയ ആത്മവിശ്വാസമാണ്. ഫൈനലിൽ ജയിച്ച് ആദ്യമായി കപ്പുയർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തനായ ഗോൾ കീപ്പർ പ്രഭ്സുഖൻ സിംഗ് ഗിൽ. We want to make our fans happy and we want them to go back home happily. This is the first time I'm playing in front of them. I'm very excited and they are just unbelievable and I want to give them my best. ഷൂട്ടൌട്ടിലേക്ക് കടന്നാലും ജയത്തിനായി ഞങ്ങൾ പരമാവധി ശ്രമിക്കും. I don't know, it's time will tell. പ്രതിരോധ നിര താരം ഹർമൻജോത് ഖബ്രയും കിരീടം ഉറപ്പിക്കുന്നു. I think we should not make it more complicated. We have to keep it simple as we are doing from the last 20 matches and not to make a pressure of this kind of it's a game, always special game and different ball game, and we have to focus and do that things very simple.
ഇതുവരെ ഇല്ലാത്ത ഗാലറിയുടെ പിന്തുണ ആത്മവിശ്വാസം കൂട്ടുമെന്നും വിജയത്തിന് അടിസ്ഥാനമാകുമെന്നും ഖബ്ര. Of course, they are coming, and we are very fortunate that it has started. And from Kerala Blasters, I welcome them. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം. ഫൈനലിൽ കപ്പടിക്കുമെന്ന ഉറച്ച വിശ്വാസം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആരാധകരുടെ പിന്തുണ കൂടിയാകുമ്പോൾ അത് ഉറപ്പെന്നും അവർ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഗോവയിൽ നിന്നും ജോയ് നായർ, ന്യൂസ് 18. കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫൈനലിൽ പന്ത് തട്ടുമ്പോൾ കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ ആവേശത്തിര തീർക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് ടീം DJ ആയ സാവിയോ. എങ്കിലും ഗോവയിൽ കപ്പടിച്ചാൽ ഈ നിരാശയെല്ലാം പമ്പ കടക്കുമെന്ന് സാവിയോയും സംഘവും പറയുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. കേരളമെമ്പാടും ഉള്ള ആരാധകർ കാത്തിരിക്കുന്ന സ്വപ്ന ഫൈനലിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ സവിശേഷ വ്യക്തിത്വമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ ആവേശ തിരമാലകൾ തീർത്തിരുന്ന DJ സാവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വലിയ ആവേശമാണെന്ന് കേരളം ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ്. ഭയങ്കര ഒരു നഷ്ടമല്ല നമ്മൾ കൊച്ചിയിലെ ആളുകൾക്ക്. സത്യമായിട്ട് അതൊരു ഫീലിംഗ് ആണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. എന്താണെങ്കിൽ ഒരു ഹോം ഗ്രൗണ്ട്, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഇനോഗ്രേഷൻ നടന്നിട്ടുണ്ട്, ഫൈനൽസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും നമ്മൾ മിസ്സാവുന്നത് നമ്മുടെ ഒരു മഞ്ഞ കടലാണ് ശരിക്കും മിസ്സാവുന്നത്. പിന്നെ അവരുടെ അടുത്ത് ഒരു എനർജി. കാരണം ഞാനവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഗോളാ എന്തെങ്കിലും ഒരു സംഭവം ആ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ എല്ലാവരും കിടന്ന് തുള്ളണതും ആ സ്റ്റേഡിയം കിടന്നിട്ട് ഒരു വൈബ്രേഷനോ അതെല്ലാം ശരിക്കും മിസ്സാവണ ഒരു സംഭവമാണ്. എന്നുണ്ടെങ്കിൽ ISL എന്ന് തുടങ്ങി അന്ന് മുതൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഉണ്ട്. അവിടെ കൺസോളിൽ ഒരു കൊല്ലം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ കളികളും ശരിക്കും മെമ്മറൈസ്ഡ് ആയിട്ടുള്ള കളികളാണ്. അപ്പോൾ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് സീസണിൽ ഞാനും സിനോയോ ആയിരുന്ന സ്റ്റേഡിയത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഈ കൊല്ലം ശരിക്കും ഗോവ മിസ് ചെയ്യുന്നു. വി ആർ മിസ്സിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട്. അടുത്ത കൊല്ലം ശരിക്കും ഇത് തിരിച്ചു വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി എവിടെ പോലും ഏത് സ്റ്റേഡിയത്തിൽ പോയാലും കിട്ടില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്നുള്ള കലൂർ ജയൻ സ്റ്റേഡിയത്തിൽ മാത്രമേ കിട്ടണമെന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഫാൻ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2 സെമി ഫൈനൽസിൽ ഞാൻ പ്ലേ ചെയ്തു. പക്ഷേ ഫൈനൽസിൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ വേറൊരു ഇവൻറ്റിൽ കമ്മിറ്റ് ചെയ്തു. പക്ഷേ എന്നും സോൾ ഇൻ മൈ ഹാർട്ട് വിൽ ബി വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണർ കഴിഞ്ഞ പ്രാവശ്യം ആരും മനസ്സിലായില്ല നിക്കിൽ അവിടെ ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ ചാടി ഗ്രൗണ്ട് കൺസോളിൽ വന്നിട്ട് ഒരൊറ്റ കെട്ടിപ്പടുത്ത് വരുന്നത്. ഫൈനലി വി ഹാവ് റീച്ച് ഫൈനൽസ്. അങ്ങനെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി. ഇന്ന് ജയിച്ചിരിക്കും. വിനീതൊക്കെ പണ്ട് ഗോളടിക്കാനൊക്കെ മുന്നോട്ട് കൊണ്ട് കയറുമ്പോൾ അല്ലെ ഗോളടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു അല്ലേ എന്താണ് അതൊരു ഫീലിംഗ് തന്നെയാണ്. എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താണെങ്കിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അതാണെങ്കിൽ ജിങ്കനും ആ ഒരു ടീമുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ ആദ്യത്തെ കൊല്ലം കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോൾ ജേഴ്സി ലോഞ്ചും അന്ന് ആ സമയത്തെല്ലാം എന്ന് പറഞ്ഞെങ്കിൽ രോമാഞ്ചമായിരുന്നു. അതിപ്പോഴും മെമ്മറിയിൽ ഇങ്ങനെ കിടന്ന് അലയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലം നമുക്ക് സ്റ്റേഡിയത്തിൽ വരാത്തതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അതിലൊരു ഭാഗമാകാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട്. ലെറ്റ്സ് സീ നെക്സ്റ്റ് ഇയർ എല്ലാം തിരിച്ചു. പക്ഷേ ഭയങ്കര സാധ്യതയാണ് ഇത്തവണ അല്ലേ. പണ്ടൊക്കെ ഈ വളരെ മോശം കളിയായ ആളുകൾ തന്നെ അങ്ങ് മടുത്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഇത്തവണ ഒരു പകുതി കഴിഞ്ഞ ശേഷമുള്ള വരവ് രക്ഷയില്ല അല്ലേ. അത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ടീം വർക്കാണ്, ഒരു ടീം സെറ്റ് ആവണം. ഐ തിങ്ക് സോ ഈ കൊല്ലം ടീം ശരിക്കും സെറ്റായി അങ്ങാടും ഇങ്ങാടും ഒരു ധാരണ എപ്പോഴും ടീം വർക്കിൽ അങ്ങാടും ഇങ്ങാടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ അത് ശരിക്കും ഈ കൊല്ലം കാണുന്നുണ്ട്. So everybody is like opened, the players are open, the coach is open, even the owners are like very പോസിറ്റീവ്. സോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മ്യൂസിക് കേട്ടാലോ. അടിപൊളി. ഈ ഒരു മ്യൂസിക്കിലാണ് നമ്മുടെ സ്റ്റേഡിയം അലയാടിക്കൊണ്ടിരിക്കുന്നത്.
football and let's hope that Kerala Blasters will win and bring the cup to Cochin. അതിനൊരു അടിച്ചു പൊളിക്കലുണ്ടാവും നമ്മുടെ സ്റ്റേഡിയത്തിൽ. ഒരു വിന്നിങ് ട്രോഫി ആയിട്ട് വന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന് നമ്മൾ ഒരു 2 ലക്ഷം പേര് അവിടെ വന്ന് ആ ടീമിനെ വരവേൽക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ ഒരു വലിയ വികാരമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ലെറ്റ്സ് സീ ദാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ. ആര് ജയിക്കും? കേരള ബ്ലാസ്റ്റേഴ്സ്. ഷുവർ? യെസ്. എന്തായാലും ജയിച്ചിരിക്കും. നമ്മള് വീണ്ടും എല്ലാവരും 2 ലക്ഷം ആൾക്കാർ നേരത്തെ സമയം പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ ചേരും അല്ലെ? പിന്നല്ല, എന്തായാലും ഇത്തവണ ഈ ടൂർണമെന്റ് ഒന്നടങ്കം കേരളത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ കപ്പ് നേടിയ ശേഷം ഒരു തിരിച്ചുവരവ് കേരളത്തിലേക്ക് ഉണ്ടാവും. അത് രാജകീയമാക്കി മാറ്റാൻ തന്നെയുള്ള ആഘോഷത്തിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് സൗമ്യവും സംഘവും. എന്തായാലും ഇന്നത്തെ മത്സരം വിജയിച്ച് തന്നെ കേരളം തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാം. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശശി തരൂരിനെ വിലക്കി കോൺഗ്രസ്. ജനവികാരം മനസ്സിലാക്കിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം കോൺഗ്രസിന്റെ പാപ്പരത്തമാണ് തീരുമാനത്തിലൂടെ വ്യക്തമാവുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജ്യാന്തര സെമിനാറാണ് നടക്കുന്നതെന്നും ഇത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കേരളയിലെ സംവിധായകനായ പിണറായി വിജയന്റെ പാർട്ടിക്കകത്ത് ഇത്തരം പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ അതിൽ ഇന്നിപ്പോ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോകുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് അത് ഒരു അറപ്പാണ്, വെറുപ്പാണ്, വിദ്വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനത്തിന്റെ സൈക്കോളജി മനസ്സിലാക്കിയാണ് ഞങ്ങളത് ആവശ്യപ്പെട്ടത്. അത് അദ്ദേഹത്തിന്റെ സൗകര്യം. അദ്ദേഹം സോണിയാഗാന്ധിയോട് സംസാരിച്ചോട്ടെ, സോണിയാഗാന്ധിന്റെ പെർമിഷൻ കിട്ടിയാൽ അദ്ദേഹം പങ്കെടുത്തോട്ടെ. മുൻകാലങ്ങളിൽ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തിയ സെമിനാറുകളിലൊക്കെ ഇങ്ങനെയുള്ള മറ്റു പാർട്ടികളുടെ ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായൊരു നിലപാട് ഇപ്പം കോൺഗ്രസ് സ്വീകരിക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ ഒരു BJP അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. BJPക്കാരുടെ നിർദ്ദേശമാണ് CPMന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. BJPക്കാർ കോൺഗ്രസിൻ്റെ സെമിനാറിൽ വരുന്നില്ല, പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ വരുന്നില്ല. BJP പങ്കെടുക്കാത്തതുകൊണ്ട് കോൺഗ്രസും പങ്കെടുക്കില്ല. ഇതാണിപ്പം കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം. ഇത് കേരളത്തിലൊരു ഇടതുപക്ഷ വിരുദ്ധ മുന്നണി ഉണ്ടാക്കി ഒരു കലാപത്തിന് വേണ്ടി കോപ്പുകൂട്ടാൻ RSSന്റെ സഹായം ഉറപ്പിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. നേതാക്കന്മാരായ ആളുകൾ ക്ഷണിച്ചപ്പം വരുന്നതിന് അസൗകര്യം പറഞ്ഞിരുന്നില്ല. ശശി തരൂരും KV തോമസും ചെന്നിത്തലയും ആദ്യം എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ട് എന്നവരറിയിക്കുന്നത്. CPM പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുക്കണോ എന്ന കാര്യം സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്യുമെന്ന് ശശി തരൂർ MP. പങ്കെടുക്കേണ്ടെന്ന് KPCC അധ്യക്ഷൻ നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. തന്നെ ക്ഷണിച്ചത് CPM ദേശീയ നേതൃത്വമാണ്. ദേശീയ വിഷയത്തിലാണ് സെമിനാർ എന്നും ശശി തരൂർ. ഡൽഹിയിൽ പല കാര്യങ്ങളിലും അവരൊപ്പം സഹകരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഡൽഹിയിലാണ് ക്ഷണം കിട്ടിയത്. എനിക്ക് ഡൽഹിയിലാണ് ഞാൻ മറുപടി പറഞ്ഞതും. അത് എനിക്ക് ആ സമയത്ത് ഒരു അതിശയം തോന്നിയില്ല. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെയൊരു വിവാദം കേരളത്തിൽ വന്ന കാരണം ചോദിക്കണം. എന്തായാലും ഇതൊരു കേരള ഇവൻ്റ് അല്ല, കേരള സംസ്ഥാനത്തിൻ്റെ പാർട്ടിയല്ല എന്നെ ക്ഷണിച്ചിരിക്കുന്നത്, ദേശീയ പാർട്ടിയാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഇവൻറ്റും ഒരു ദേശീയ ഇവൻ്റാണ്, ഇതൊരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റേറ്റ് കോൺഗ്രസ് അല്ല. അപ്പോൾ ഇതൊക്കെ പിന്നെ അറിഞ്ഞിട്ടും കൂടി അങ്ങനെ നമ്മളുടെ KPCC അധ്യക്ഷന് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിന് സീരിയസ് ആയി എടുക്കണം. അത് ഞാൻ എന്തായാലും വെറുതെ പിന്നെ ആലോചിക്കാതൊന്നും കാര്യങ്ങൾ പറയില്ല. നന്നായി നോക്കി സംസാരിച്ച് നമ്മളുടെ ദേശീയ ബന്ധത്തിനെ കുറിച്ച് പിന്നെ അധ്യക്ഷ തീരുമാനിക്കട്ടെ. CPM സെമിനാറിലേക്ക് ക്ഷണം ലഭിച്ച കാര്യം സോണിയാഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും പ്രൊഫസർ KV തോമസ്. സംസ്ഥാന സമ്മേളനത്തിലേക്കല്ല, ദേശീയ സമ്മേളനത്തിലേക്കാണ് ക്ഷണിച്ചത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് സെമിനാർ ചർച്ച ചെയ്യുന്നത്. സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളും അതിൽ പങ്കെടുക്കുന്നു. BJP വിരുദ്ധ പോരാട്ടത്തിൽ CPMഉം കോൺഗ്രസിനൊപ്പമുള്ള കക്ഷിയാണെന്ന് ഓർക്കണമെന്നും KV തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. തീരുമാനമെടുക്കുന്നത് AICC ആണ്. നമ്മൾ കോൺഗ്രസ് പ്രസിഡന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ത് വേണമെന്ന് അറിയാൻ. ഇത് ദേശീയ സമ്മേളനമല്ല. നമ്മുടെ കൂടെ ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് ഒരു പാർട്ടിയെ ഡിഫീറ്റ് ചെയ്യുക, അവരുടെ വ്യത്യാസം അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ CPM പ്രധാനപ്പെട്ട ഒരു കക്ഷിയല്ലേ. അവരുടെ ദേശീയ സമ്മേളനത്തിന് സെമിനാറല്ലേ. ഇവിടുന്ന് KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടുന്ന് അഭിപ്രായം പറയണ്ടേ. ഇതാണ് ശശി തരൂരും പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇന്ന് താരിഖ് വരുന്നുണ്ട് കേരളത്തില്. അപ്പൊ അദ്ദേഹത്തിനും അറിയാം, തീരുമാനിച്ച് പറഞ്ഞിട്ട് ഇപ്പോഴും ദേശീയ തലത്തിൽ അതുമാത്രം സ്റ്റാലിൻ ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ടല്ലോ. ഇത് സെമിനാറല്ലേ, പാർട്ടി മീറ്റിംഗ് അല്ലല്ലോ.
കേരയിൽ സമരം കത്തിപ്പടരുകയാണെന്നും കോൺഗ്രസ് ഇതൊരു അവസരമായി എടുക്കണമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ കോഴിക്കോട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ പരാമർശം. ഈ നാട് കത്തുകയാണ്. നാട് സംസ്ഥാനത്തുടനീളം ഈ ഒരു കുടുംബത്തിലെ അന്തരീക്ഷം മുഴുവൻ കളഞ്ഞു കുളിച്ച് ഭയപ്പാടിന്റെയും ആശങ്കയുടെയും മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ അന്തരീക്ഷം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ അംഗത്വവുമായി എല്ലാ കുടിലുകളും വീടുകളും കയറാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇന്നലെ വരെ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കാത്ത പുതുമുഖങ്ങൾ ആയിരങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിലേക്കാവണം നമ്മുടെ പ്രവർത്തനമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജബി മേത്തറുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആരോപണവുമായി RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ്. ജബി മേത്തർ പണം കൊടുത്ത് സീറ്റ് വാങ്ങിയെന്ന് അസീസ് ആരോപിച്ചു. ന്യൂനപക്ഷ സമുദായ അംഗമായ A. റഹീമിന് ബദലായി മറ്റൊരു ന്യൂനപക്ഷ അംഗത്തെ കോൺഗ്രസ് കളത്തിലിറക്കുകയായിരുന്നുവെന്നും അസീസ് വിമർശിച്ചു. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് പാർട്ടി തനിക്ക് തന്നതെന്നും അതിൽ അസഹിഷ്ണുത വേണ്ടെന്നും കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ജബി മേത്തർ പ്രതികരിച്ചു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ ഭാഗമായി ആലുവ നഗരസഭാ അംഗത്വം ജബി രാജിവെച്ചു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നടൻ ദിലീപിനൊപ്പം സെൽഫി എടുത്തതിൽ ദുഃഖമില്ലെന്നും ജബി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.